തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തിവന്ന ഉപരോധം അവസാനിപ്പിച്ചു. ശക്തമായ മഴയിലും വീര്യം ചോരാതെയായിരുന്നു ആശാ വർക്കേഴ്സിന്റെ സമരം. 8 ആശമാർ സമരത്തിനിടെ കുഴഞ്ഞു വീണു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മേഘ്ന മുരളി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു എന്നാണോ? പറയൂ, നമുക്ക് ആ വാർത്ത കേൾക്കാൻ വല്ലാത്ത ആകാംക്ഷയുണ്ട്. മേഘ്ന. സ്മിത, ആശാസമരം 36-ാം ദിവസത്തിലായിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധമായി രാവിലെ 10:30 മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു ഈ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഈ MG റോഡ് ഉപരോധമായി മാറുന്നു. ഈ ഉപരോധമാണ് നിലവിൽ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി നാളെ മുതൽ രാപ്പകൽ സമരം അതുപോലെ തന്നെ പുനരാരംഭിക്കാനാണ് ആശമാരുടെ തീരുമാനം. അതായത് ഇന്ന് നിലവിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രഖ്യാപിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധവും റോഡ് ഉപരോധവും മാത്രമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. അത് ആദ്യം തന്നെ വ്യക്തമാക്കുകയാണ്. അതിനുശേഷം ഇന്ന് രാവിലെ 10:30 മുതൽ ഇവിടെ നിരവധി ജില്ലകളിൽ നിന്നെത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആശാ വർക്കർമാർ ഇവിടെ സമരം ഇരിക്കുകയാണ്. അവർ രാവിലെ കനത്ത ചൂടായിരുന്നു, നമ്മൾ കണ്ടതാണ്. കനത്ത വെയിലും കനത്ത ചൂടുമായിരുന്നു. അതിനുശേഷം വൈകിട്ടാവുന്നതോടുകൂടി കനത്ത മഴ പെയ്യുന്നു. ഈ മഴയും വെയിലും ഒക്കെ അതിജീവിച്ച് അവർ ഇവിടെ സെക്രട്ടേറിയറ്റ് ഉപരോധം, അത് പിന്നീട് റോഡ് ഉപരോധം തന്നെ, അതായത് വാഹന ഗതാഗതമടക്കം സ്തംഭിച്ചുകൊണ്ട് ഈ MG റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കാതെ അത്തരത്തിലുള്ളൊരു സമരമായിരുന്നു ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിലൊരു സമര വിജയം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ആശാ സമരം മാറി എന്നതും സംശയമില്ല. കാരണം അത്രയധികം ശക്തമായിരുന്നു അവരുടെ മുദ്രാവാക്യങ്ങൾ. അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നതും അടിമക്കാലം കഴിയാതെ ഇനി ഈ സമരം തിരുവനന്തപുരത്ത് നിന്ന് അവസാനിപ്പിച്ച് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സമര മുദ്രാവാക്യം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രാബല്യത്തിലാക്കുന്നത് പോലെ തന്നെയാണ് ഇവർ ഇന്ന് ഇവിടെ ഈ സമരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് അത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ആനുകൂല്യം നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഈ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഇനി യാതൊരു തരത്തിലും സമരവുമായി പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉച്ചക്ക് ഇവർ വാർത്താ സമ്മേളനം വിളിച്ചതും അവർ 3ാം ഘട്ട സമര പരിപാടി, അടുത്ത ഘട്ട സമര പരിപാടിക്കായി ഒരുങ്ങുന്ന കാഴ്ചയും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് ഇവർ 20-ാം തീയതി ഇവരുടെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ സമരമിരിക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. ചേച്ചി, ഇനിയും സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം? അതെ അതെ, മഴയായിരുന്നു, വെയിലായിരുന്നു, അതൊക്കെ അതിജീവിച്ചാണ് ഇന്ന് സമരം ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ഡിമാൻഡ് കിട്ടുന്നവരെ ഞങ്ങൾ ഞങ്ങൾ പിന്മാറില്ല. 3ാം ഘട്ട സമര പരിപാടിയും പ്രഖ്യാപിച്ചു. അതെ അതെ, 20-ാം തീയതി. അങ്ങനെ തന്നെയാണ്. അതായത് ഇവർ വലിയ രീതിയിൽ 3ാം ഘട്ട സമരപരിപാടി എന്ന രീതിയിൽ അതിൻ്റെ സമരത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി, അത് സമരം ശക്തമാക്കാൻ വേണ്ടി ഒരു അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കൂടി പോകുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ സമരം തുടങ്ങുന്ന ഫെബ്രുവരി 10-ന് ഇത്ര രീതിയിൽ സമരമാകും, അല്ലെങ്കിൽ ഇത്ര സമരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നും ആരും കരുതിയതല്ല. പക്ഷേ ഇന്ന് അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി പോകുമ്പോൾ അത് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറാതെ പിന്നോട്ട് പോകില്ല. അത് ഉറച്ച രീതിയിൽ തന്നെയുള്ള നിലപാടിലേക്കാണ് ആശാ വർക്കർമാർ പോകുന്നത്. എന്തായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള ഈ MG റോഡ് ഉപരോധം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഗതാഗതമടക്കം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇന്ന് രാവിലെ 10:30 മുതൽ ഇവിടെ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നില്ല. അവർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഇവർ ഈ ഈ 5 മണിയോടുകൂടി സമരം അവസാനിപ്പിക്കുന്നു. അന്നേരവും ശക്തമായ മഴയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സമരം അവസാനിപ്പിച്ച് ഗതാഗതമടക്കം പഴയ രീതിയിലേക്ക് ആയിട്ടുണ്ട്. എന്തായാലും മുരളിയാണ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പൊ എന്തായാലും മഴ ചെറുതായിട്ടൊന്ന് ശമിച്ചു നിൽക്കുന്നു. ഉപരോധ സമരം അവർ അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്നത്തേക്ക്, അല്ലേ?